നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് വെസ്റ്റേൺ വെയർ കളക്ഷൻസ് ആണ്. അതിൽ ടോപ്സും കാണിക്കുന്നുണ്ട്, അതേപോലെ കോഡ് സെറ്റുകളും കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടു നോക്കുക, നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇതാ ആദ്യമായിട്ട് കാണിക്കുന്നത് ഈ ഒരു വയലറ്റ് ഷെയ്ഡിൽ വന്നിട്ടുള്ളൊരു കോഡ് സെറ്റാണ്. ഇത് വന്നിട്ട് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് വന്നിട്ട് ഒരു ചൈനീസ് കോളറാണ് ഇതിൻ്റെ നെക്ക് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അത് വന്നിട്ട് ഷോ ബട്ടൺ ആണ്, നമുക്ക് ഓപ്പൺ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ ഫീഡിങ് ഫ്രണ്ട്ലി അല്ല. അതേപോലെ ഫ്രണ്ടിൽ ഇതുപോലെ ഒരു സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്, സൈഡിൽ സ്ലിറ്റ് ഇല്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഓൾ ഓവർ ഒരു ലൈൻസ് പോലെ വൈറ്റിൽ ലൈൻസ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്, നല്ല മെറ്റീരിയൽ തന്നെയാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വരുന്നത് കുറച്ച് കുറവാണ്, നമ്മുടെ മുട്ടിൻ്റെ ഒക്കെ ഒരു ലെവലിലാണ് ഈ ഒരു സ്ലീവ് വരുന്നത്. അവിടെയും തന്നെ ഷോ ബട്ടണൊക്കെ കൊടുത്തിട്ട് ഒന്ന് ഡീറ്റെയിലിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പ്രൈസ് പറയുകയാണെങ്കിൽ 383 നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിനൊക്കെ എത്രയോ വേർത്താണ്, കാരണം നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ സൈസ് ഞാൻ എടുത്തിട്ടുള്ളത് XL ആണ്, നോർമൽ സൈസ് XL ആണ് എൻ്റേത്. അപ്പോൾ അതിനേക്കാളും നമ്മൾ ഒരു സൈസ് അപ്പ് എടുക്കുന്നതായിരിക്കും നല്ലത്, കാരണം നല്ലൊരു കോഡ് സെറ്റ് ആകുമ്പോൾ കുറച്ച് ലൂസിലൊക്കെ കിടക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വന്നിട്ട് കുറച്ചൊന്ന് നമുക്ക് ടൈറ്റാണ്, അപ്പോൾ നമ്മൾ എന്തായാലും അപ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്, സെയിം മെറ്റീരിയൽ തന്നെയാണ്, ഇലാസ്റ്റിക്കൊക്കെ കൊടുത്തിട്ട് നല്ലൊരു കംഫർട്ടായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇതിൻ്റെ ടോപ്പ് വന്നിട്ട് നല്ല ലെങ്ത്തിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പർച്ചേസ് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. ഇനിയിപ്പോൾ ഇത് നെക്സ്റ്റ് കാണിക്കുന്നത് നമ്മൾ ഒരു ടോപ്പാണ്. ഇത് വന്നിട്ട് ഷർട്ട് മോഡലൊരു ടോപ്പാണ്. കോളറൊക്കെ വന്നിട്ട് ഒരു ലോങ് ഷർട്ട് പോലൊക്കെ നമുക്ക് തോന്നും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത്. ഇതിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ലൈന് പോലെയാണ് വന്നിട്ടുള്ളത്. ഓവറോൾ ലൈന് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഫ്രണ്ട് കുറച്ച് കയറിയിട്ടും ബാക്ക് സൈഡ് കുറച്ച് ഇറങ്ങിയിട്ടാണ് ഈ ഒരു ഷർട്ട് ഉള്ളത്. അതേപോലെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഹാഫ് സ്ലീവാണ്, നമ്മൾ ഇന്നറൊക്കെ വെച്ചിട്ട് പെയർ ചെയ്യേണ്ടി വരും. നല്ലൊരു മെറ്റീരിയലാണ് വന്നിട്ടുള്ളത്. വിസ്കോസാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ജസ്റ്റ് 300 ആണ്. അതിനൊരു കിടിലൻ ഡ്രസ്സ് തന്നെയാണിത്. എന്തായാലും ഇഷ്ടമായിച്ചാൽ നിങ്ങൾ ചെക്ക് ചെയ്യുക. സൈസ് വന്നിട്ട് ഒരുപാട് സൈസ് ഉണ്ട്, XXL വരെയുള്ള സൈസ് ഇതിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ബാക്ക് സൈഡ് എബവ് നീ ലെങ്ത്താണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ഒന്ന് ചെക്ക് ചെയ്തേക്കുക. ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് സെയിം ഡ്രസ്സാണ്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതും അതേപോലെ മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളതായിട്ടുള്ള ഒരു 2 ഡ്രസ്സുകളാണ് കാണിക്കുന്നത്. ഇത് വന്നിട്ട് കോഡ് സെറ്റാണ്. അപ്പോൾ ഇതിന് രണ്ടിനും ചെറിയ ഡിഫറൻസ് ഉണ്ട്. മെറ്റീരിയലിലായാലും അതേപോലെ തന്നെ ഡിസൈനിലും കുറച്ച് വ്യത്യാസമുണ്ട്. അത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് രണ്ടും കൂടെ ഒപ്പം കാണിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ കാണിക്കുന്നത് മീഷോയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഇത് വന്നിട്ട് നമുക്ക് ഡിസൈനിൽ മാറ്റമുണ്ട്, ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളതായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇത് വന്നിട്ട് ഇതിൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഒരു ഓഫ് വൈറ്റ് കളറിലുള്ള ഡിസൈനാണ്. അതേപോലെ നല്ല ബ്ലാക്കാണ്, മറ്റേതിനെ അപേക്ഷിച്ചിട്ട് നല്ല ബ്ലാക്കാണ്. അതേപോലെ സ്ലീവിന് ചെറിയൊരു ലേസാണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ താഴെയും ലേസ് വെച്ചിട്ട് ഡീറ്റെയിലിങ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ വന്നിട്ട് റയോണാണ്, തിക്കായിട്ടുള്ള റയോണാണ്. ബാക്ക് സൈഡിൽ ലേസൊന്നും കൊടുത്തിട്ടില്ല. ഇത് സ്ലിറ്റഡ് ആണ്. അതേപോലെ തന്നെ എന്താ പറയുക, ഇതിൻ്റെ മെറ്റീരിയൽ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ വാഷ് ചെയ്താലൊന്ന് ചുരുങ്ങുന്ന ടൈപ്പാണ്. ഇതിൻ്റെ ക്ലോസർ വ്യൂ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് 477 ആണ്.
പിന്നെ ഇതിൻ്റെ ബോട്ടം നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ഡിസൈൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ നമുക്കൊന്ന് കണ്ടു നോക്കാം. പിന്നെ ഇനി ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്തിട്ടുള്ളത് നോക്കാം. അത് വന്നിട്ട് ഈ ഒരു ഡിസൈനാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഡിസൈനിങ്ങിലൊക്കെ കുറച്ച് മാറ്റമുണ്ട് പ്രിൻറ്റിൽ. അതേപോലെ സ്ലീവിന് ലേസ് വന്നിട്ടില്ല, ഒരു എന്താ പറയുക പൈപ്പിംഗ് പോലെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതാ താഴെ ഒരു മറ്റേതിനേക്കാളും കൂടുതൽ വീതിയിൽ വരുന്ന ഒരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ മറ്റേതിനേക്കാളും കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നും. പക്ഷേ തിന്നാണ് കേട്ടോ, ഒരു ചെറിയൊരു സീത്രൂ ആണ്. എങ്കിലും മറ്റേത് കുറച്ച് തിക്കായിട്ടുള്ള റയോണാണ്. എങ്കിലും മെറ്റീരിയൽ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഇത് തന്നെയാണ്. അതേപോലെ ഡിസൈൻ വൈസ് ആയിക്കോട്ടെ അതും തന്നെ ബെറ്ററായിട്ട് തോന്നിയത് ഇത് തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ബോട്ടം വന്നിട്ടും സെയിം മെറ്റീരിയൽ തന്നെയാണ്. താഴെ ഒരു വീതിയിലുള്ളൊരു ലേസിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ക്ലോസ് റിവ്യൂ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 499 ആണ്. അപ്പോൾ ഇതാ ഞാൻ രണ്ടും കൂടെ ഒപ്പം ഒന്ന് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് നോക്കുക, രണ്ടിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ ഇങ്ങനെയാണ്. അപ്പോൾ ഇതിൽ രണ്ടിലും വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ഈ ഒരു ഫ്ലിപ്കാർട്ടിൽ നിന്ന് എടുത്ത് തന്നെ ആയിരിക്കും. അതേപോലെ ഇത് രണ്ടും നമുക്ക് മീഷോയിലും കിട്ടുന്നുണ്ട്, അതേപോലെ ഇത് രണ്ടും ഫ്ലിപ്കാർട്ടിലും കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ രണ്ട് മോഡലുണ്ടെന്ന് കാണിക്കാനാണ് ഇതൊന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇനി ഇതാ നെക്സ്റ്റ് കാണിക്കുന്നത് ഈ ഒരു ഹുഡി ടൈപ്പ് ഹൈനെക്കിൽ വരുന്നൊരു ഹുഡി ടൈപ്പ് ടോപ്പാണ്. ഇത് വന്നിട്ട് നമ്മുടെ സാറിൻ്റെ ആ ഒരു ബ്രാൻഡാണ്. ആ ഒരു സെയിം ബ്രാൻഡ് തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. ഇത് നമുക്കൊന്നും എന്തായാലും ഒരു ബോഡി ഹാക്കിങ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇതൊന്നും കൂടെ സ്ലിം ആയവർക്കൊക്കെ അത് യൂസ് ആക്കാനേ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നവരുണ്ടെങ്കിൽ എന്തായാലും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇട്ടതാണ്. നല്ല അടിപൊളി മെറ്റീരിയലാണ്, സാറിൻ്റെ ആണല്ലോ, അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. അതേപോലെ ഇത് വന്നിട്ട് ഹൈനെക്കാണ് കൊടുത്തിട്ടുള്ളത്. എക്സലാണ് ഞാൻ എടുത്തിട്ടുള്ള സൈസ്. പിന്നെ ഫുൾ സ്ലീവാണ് വന്നിട്ടുള്ളത്. നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. അതേപോലെ റേറ്റ് വന്നിട്ടുള്ളത് 364 ആണ്. അപ്പോൾ അതിനൊക്കെ ഇത്ര വേർത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്, നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. അപ്പോൾ എന്തായാലും വേണ്ടവർ വേഗം പോയിട്ട് ചെക്ക് ചെയ്ത് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ പല കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ, കുറേ കളേഴ്സ് ഉണ്ട്. പിന്നെ ഇതാ നെക്സ്റ്റ് വന്നിട്ട് ഒരു ടോപ്പാണ്, സാറ്റിനിൽ വരുന്നൊരു ഷർട്ടാണ് കേട്ടോ, ടോപ്പല്ല ഷർട്ടാണ്. അപ്പോൾ ഓവർ സൈസ് ഷർട്ട് എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്, പക്ഷേ അങ്ങനെ ഓവർ സൈസ് അല്ല, നമ്മുടെ റെഗുലർ ഫിറ്റ് തന്നെയാണ്. അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓവർ സൈസ് എന്നായിരുന്നു. ഈ ഒരു ഷർട്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ്, സാറ്റിൻ്റെ ആണ് വന്നിട്ടുള്ളത്. അതിൽ ഡിസൈനൊക്കെ കൊടുത്തിട്ട് നല്ല രസമുള്ളൊരു ഷർട്ടാണ്. ഇത് വന്നിട്ട് ഇതിൻ്റെ കളറും അതുപോലെ തന്നെ അടിപൊളിയാണ്. അപ്പോൾ ഇതാ ഇതിൻ്റെ സൈസ് എടുത്തിട്ടുള്ളത് എക്സലാണ്. പിന്നെ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവാണ്. താഴെ സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ഒരു ഇലാസ്റ്റിക് കൊടുത്തിട്ട് അങ്ങനെയാണ് ഈ ഒരു സ്ലീവ് വന്നിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് 353 ആണ്. പിന്നെ ഇതിട്ടാൽ നല്ല കംഫർട്ടബിൾ ആയിരിക്കും ഇടാനൊക്കെ. അപ്പോൾ എന്തായാലും ഇഷ്ടമായിച്ചാൽ എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ ഇത് സ്റ്റൈൽ ചെയ്തിട്ടുള്ള വീഡിയോ ഇങ്ങനെയാണ്. അപ്പോൾ ഇതാ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അതേപോലെ എൻ്റെ ഈ ഒരു വീഡിയോസിൻ്റെയൊക്കെ റീൽസ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യാം. ഞാൻ താഴെ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അതാ ഈ ഒരു വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാനായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബായ്, അസ്സലാമു അലൈക്കും.